പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഇന്ന് ഫിസിക്സിലെ ഫ്രിക്ഷനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് സ്ലോപ്പ് എന്താണെന്ന് അറിയാമില്ലേ? ചെരിഞ്ഞൊരു പ്രതലത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഇല്ല അല്ലേ? ചെരിച്ച് വെക്കുകയാണെങ്കിൽ അതിന് സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ചെരിവ് തലത്തിൽ കൂടെ ഒരു സാധനത്തിന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക, അത് നിരങ്ങി വരുന്നില്ല. ഇതേ ഒരു പോയിന്റ് എത്തിയപ്പോൾ നിരങ്ങി വന്നു അല്ലേ? കണ്ടല്ലോ നിങ്ങൾ, ഒരു പോയിന്റ് എത്തിയപ്പോൾ നിരങ്ങി വരുന്നു. ഈ നിരങ്ങി വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതേ ഒരു 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 നിശ്ചിത ഇതിൽ നിൽക്കുന്നു, ഒരു പൊടി നീക്കി 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 ഒരു പൊടിയിൽ അത് നിരങ്ങാൻ തുടങ്ങുന്നു അല്ലേ? ആ ഒരു നിശ്ചിത ആംഗിളിലാണ് അത് നിരങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇപ്പൊ ഇത് ചെരിവുതലം വിചാരിക്കുക, ചെരിഞ്ഞൊരു പലകയാൻ വിചാരിക്കുക. ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിന്റെ ചെരുവിന് ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ? കണ്ട, ഇത് ചെരുവിന്റെ ആംഗിൾ എന്നാ പറയുന്നത്. എന്താ പറയാ? ചെരുവിന്റെ ആംഗിൾ. ഓക്കെ, ഒരു നിശ്ചിത ആംഗിളിൽ വെക്കുമ്പോഴാണ് അത് നിരങ്ങാൻ തുടങ്ങുന്നത് അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് നിരങ്ങാൻ കാരണം? ഒരു വസ്തു ചലിക്കാൻ കാരണം എന്താ? ഒരു വസ്തു ചലിക്കാൻ എന്താ കാരണം? ഫോഴ്സ്. എന്താണ് ചലിക്കാൻ കാരണം? എന്താ? ഈ സാധനം ഇങ്ങനെ എത്ര നാല് വെച്ചാലും ഇരിക്കും അല്ലേ? ഒരു ചെറിയൊരു അനക്കം നമ്മൾ ഫോഴ്സ് ചെലുത്തിയാലല്ലേ ഇങ്ങനെയുള്ള സാധനം ചലിക്കില്ലേ? പക്ഷെ ഇത് ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് ചെലുത്തണം. ഇങ്ങനെ ചലിക്കുമ്പോ ഒരു നിശ്ചിത എത്തുമ്പോ അത് എന്താ ചെയ്യുന്നു? ചലിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഒരു ഫോഴ്സ് അതുമേ അപ്ലാവുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് സ്വല്പം ചലിച്ചാൽ ഇതിന് ആവുന്നില്ല? അപ്പോഴും ചലിക്കണ്ടേ ചെറുതായിട്ടെങ്കിലും? എന്തുകൊണ്ട് ചലിക്കുന്നില്ല? അപ്പൊ അതായത് ഇതിന്റെ ഫ്രിക്ഷൻ ഇതിന്റെ ചലനത്തെ തടയുന്നു. എപ്പോഴാണ് ഒരു സാധനം ചലിക്കേണ്ട സാധനം ചലിക്കാൻ നിൽക്കണമെങ്കിൽ അതിന് എതിർ ദിശയിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? നമുക്കറിയാം, ഏതൊരു പ്രതലത്തിൽ കൂടിയും ഒരു സാധനം ചലിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രതലം ആ ചലനത്തെ തടയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും ഇല്ലേ? എതിർ ദിശയിൽ. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് ചലിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ പ്രതലം അതിനെ അങ്ങോട്ടൊരു വലിക്കും. ഇങ്ങനെ ആ ചലനത്തെ തടഞ്ഞുകൊണ്ട് ആ പ്രതലം ചലിക്കാൻ തുടങ്ങുന്ന ഒരു വസ്തുവിൽ എതിർ ദിശയിലേക്ക്, ചലനത്തിന്റെ എതിർ ദിശയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രിക്ഷൻ എന്ന് പഠിച്ചു അല്ലേ? അത് നമ്മൾ പഠിച്ചു. അപ്പോ ഇത് ഒരു നിശ്ചിത ചെരിവെത്തി കഴിയുമ്പോഴാണ് ചലിക്കാൻ തുടങ്ങണ്ട. ആ ചെരിവുണ്ടല്ലോ, ആ ചെരിവിന് തൊട്ട് മുമ്പത്ത് ജസ്റ്റ് ഒരു പോയിന്റ് മുമ്പ് ആണ് നമ്മൾ ആ ആംഗിൾ കൂട്ടുന്നില്ല എങ്കിൽ അത് അവിടെ ഇരിക്കും. അപ്പോഴത്തെ എന്താ പ്രത്യേകത? ഇതിനെ കീഴോട്ട് വലിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ബലവും ഇതിന്റെ പ്രതലം എതിർ ദിശയിലേക്ക് പ്രയോഗിക്കുന്ന ബലവും എന്തായിരിക്കണം? തുല്യായിരിക്കണം. ഇപ്പൊ നമ്മൾ ഇത് വടം വലിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിലെ കളിക്കാർ, എതിർ ടീമിലെ രണ്ട് കളിക്കാർ തുല്യം ബലം പ്രയോഗിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ശരിക്കത് അനങ്ങാണ്ട് സെൻട്രലിലത്തെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ നിൽക്കും അല്ലേ? എപ്പോഴാണ് ചലിക്കുക? ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബലം കൂടുമ്പോൾ ആ ഭാഗത്തേക്ക് നീങ്ങും. അതിന്റെ അർത്ഥം ഇങ്ങനെ വെച്ചൊരു സാധനം ചലിക്കാണ്ട് നിൽക്കുന്നുണ്ട് അർത്ഥം ഇങ്ങോട്ടുള്ള വലിവും മേലേക്കുള്ള വലിവും തുല്യമാണ് അല്ലേ? ആ ചലിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ആംഗിളിൽ നിർത്തുകയാണെങ്കിൽ അത് അവിടെ നിൽക്കും. ആ സമയത്ത് എന്തായിരിക്കും? അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ്, മേലോട്ട് വലിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും ഫ്രിക്ഷൻ മുഖാന്തരമുള്ള ഫോഴ്സും താഴോട്ട് വലിക്കുന്ന ഫോഴ്സും തുല്യമാണ് എന്നറിയാം. ആരാണ് ഇതിനെ താഴോട്ട് വലിക്കുന്നത്? ഇങ്ങനെ ഒരു സ്ഥാനത്തിൽ ഇപ്പൊ മോഡിൽ വരച്ചിരിക്കുന്ന നോക്കുക, ഇത് നമ്മുടെ ചെരിവ് തലം. എന്താണ്? ചെരിവ് തലം. അത് വേറൊരു സ്ഥാനത്തുമ്പോൾ ചാരി വെച്ചിരിക്കുക. ആ ചെരിവ് തലവും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലേ? അതിപ്പോ ഒരു മരക്കട്ട ഇങ്ങനെ വെച്ചു. ഇതിലൊരു മരക്കട്ട വെച്ചു. ഈ ആംഗിള് അത് ചെരിച്ചു ഈ ആംഗിളിൽ എത്തിയപ്പോ ജസ്റ്റ് അനങ്ങാൻ തുടങ്ങുന്ന ആംഗിളാണത്.
ഒരു പൊടിക്ക് കൂടിയും ആംഗിൾ കൂട്ടിയത് നിരങ്ങും. പക്ഷേ ഈ ആംഗിൾ തീറ്റ എന്ന ആംഗിൾ എത്തിയപ്പോൾ ഒരു പൊടി പോലും അനങ്ങില്ല, ജസ്റ്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്ന വലിവും അങ്ങോട്ട് വലിക്കുന്ന വലിവും തുല്യമാണ് അല്ലേ? രണ്ട് വലിവും തുല്യമാണ്. ആരാണ് ഇങ്ങോട്ട് വലിക്കുന്നത് അത് കണ്ടുപിടിക്കുക. നമുക്കറിയാം, ഇങ്ങനെ ഒരു കട്ടയെ ഭൂമി കീഴോട്ട് വലിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ? എം മാസുള്ള ഒരു വസ്തുവിനെ ജി ആക്സലേഷനിൽ ഭൂമി വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എം മാസിനെ ജി ആക്സലേഷൻ വലിച്ചാൽ എത്ര ഫോഴ്സ് ഉണ്ടായിരിക്കും? എം ജി ഫോഴ്സ് കീഴോട്ടുണ്ടായിരിക്കും. അപ്പൊ കീഴോട്ടുണ്ടായിരിക്കുന്ന ഈ ഫോഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ മുട്ടം ചേർക്കുക. അത് 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ അല്ലെ? എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ആംഗിൾ ഇതിലെടുത്ത് ഇത് 90 ആണെങ്കിൽ ഇത് 90. അപ്പൊ ഇത് രണ്ടും കൂട്ടിയത് എത്രയായിരിക്കണം? അല്ല, ഇത് രണ്ടും കൂട്ടിയത് 90 ആയിരിക്കണം. ഇത് തീറ്റയാണെങ്കിൽ 90 തീറ്റ കഴിച്ചിട്ടുള്ളത് ബാക്കി ഇല്ല. ആ 90 തീറ്റ കുറച്ചാണ് ഇവിടെ വരിക അല്ല? ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അതറിയാം. അപ്പൊ ആംഗിൾ കിട്ടി ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചില്ല? ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ രണ്ടാക്കിയിട്ട് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആയിട്ട് കട്ട് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം ഇങ്ങടും ഒരെണ്ണം മുകളിലേക്ക് ആയിട്ട് രണ്ട് ഫോഴ്സുകളെ തുകയായിട്ട് ഇതിനെ മാറ്റാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇവിടെ തീറ്റ ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ ഈ ഭാഗത്തേക്കുള്ളത് എന്തായിരിക്കും? തീറ്റ ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും അല്ലേ? ഇങ്ങോട്ടുള്ളത് എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോ ഈ ആംഗിള്, അതായത് ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് വശത്തെയാണെങ്കിൽ കോസ് തീറ്റയും, ആംഗിൾ ഇല്ലാത്ത, ഇവിടെ ആംഗിൾ ഇല്ലാത്ത വരിക അല്ലേ, അതിന് സൈൻ തീറ്റ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എം ജി വലിക്കുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങടും എന്തുണ്ടായിരിക്കും? ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇങ്ങോട്ട് ഒരു ഫോഴ്സിന്റെയും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങോട്ടുള്ളത് ഇവിടേക്കുള്ളത് എന്തായിരിക്കും? ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചോപ്പ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അത് എം ജി കോസ് 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലെ? ഇവിടെ തീറ്റ ആയ കാരണം തീറ്റ വന്നത്. ഇവിടെ തീറ്റ 90 മൈനസ് തീറ്റ ആയതുകൊണ്ട് എം ജി കോസ് 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ടുള്ള ഈ ചോന്ന ഇങ്ങോട്ടുള്ള ആ ഫോഴ്സ് എന്തായിരിക്കും? എം ജി കോസ് 90 മൈനസ് തീറ്റ. ഇങ്ങോട്ടുള്ളതോ ഫസ്റ്റ് ഇങ്ങോട്ടുള്ളത് എം ജി സൈൻ 90 മൈനസ് തീറ്റ. അപ്പൊ രണ്ട് വശത്തേക്കുള്ള ആംഗിളും കിട്ടി. അപ്പൊ ഇനി നോക്കി, ചോന്നതാണ് കീപോട്ട് വലിക്കുന്നത് അല്ലേ? അപ്പൊ കീപോട്ട് വലിക്കുന്ന ചോദ്യം എം ജി കോസ് 90 തീറ്റ. അത് ആ ഫോഴ്സ് ഇത് പരങ്ങാണ്ടിരിക്കണ്, ആ ഫോഴ്സിൽ നനങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് എന്തുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതെന്തിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ്? മ്യൂ, ആ ഇതില്ലേ, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഇൻറ്റു എം ജി സൈൻ തീറ്റ ആയിരിക്കും. എന്താ കാരണം? അതെന്താ കാരണം നമുക്കറിയാം. ഇവിടെ എം ജി സൈൻ തീറ്റ അല്ലേ? ഇങ്ങോട്ട് ഇതിന്റെ ഈ പ്രതലത്തിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് എം ജി സൈൻ 90 മൈനസ് തീറ്റ കൊണ്ട് അല്ലേ? അങ്ങനെ ഈ പ്രതലത്തുമ്പോ ഇങ്ങോട്ട് വലിക്കുമ്പോൾ എതിർ ദിശയിലേക്ക് എന്തുണ്ടാവും? ഒരു ബലം ഉണ്ടാവും. അതിനെ നോർമൽ എന്ന് പറയും. ആ നോർമൽ ഇതിന് തുല്യായിരിക്കും. അപ്പൊ നോർമൽ എത്രയാ? ഇത് ഈ ഫോഴ്സ് തന്നെ എം ജി സൈൻ 90 മൈനസ് തീറ്റ. അപ്പൊ ഈ നോർമൽ എത്രയാന്ന് നമുക്ക് മനസ്സിലായി. ഈ ഇങ്ങോട്ട് വലിക്കുന്ന അതേ സാധനം തന്നെയാണ് മേലോട്ടുണ്ട്. ഇതിന്റെ ഈ പ്രതലത്തിൽ പെർപെൻഡിക്കുലറായ ഈ മേലോട്ടുള്ള ഫോഴ്സ് നോർമൽ എന്ന് വിളിക്കുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നോർമൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ജി സൈൻ 90 മൈനസ് തീറ്റ. അപ്പൊ ഈ നോർമൽ ഫോഴ്സിനെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ എന്തായിരിക്കും? നോർമൽ എത്ര? ഇതല്ലേ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്, ഇതുകൊണ്ട് സൂചിപ്പിക്കുക അല്ലെ? അപ്പൊ എം ജി കോസ് 90 മൈനസ് തീറ്റ അഥവാ യു എം ജി 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് തുല്യമാണെന്ന് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ സൈൻ 90 മൈനസ് തീറ്റ
കോസ് തീറ്റയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓർമ്മയില്ലാണ്ട് അത് റിവേഴ്സ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് യു എം ജെ കോസ് 90 മൈനസ് തീറ്റ എന്ന് പകരം എങ്ങനെ എഴുതാം? യു എം ജെ കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാം. യു എം ജി സൈൻ തീറ്റയാണ് ഇങ്ങോട്ടുള്ള ഫ്രിക്ഷൻ. ഇങ്ങോട്ടുള്ളതോ എം ജി കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, എം ജി സൈൻ തീറ്റ. ഇതിനെ യു എം ജി അടിയിലത്തെ എം ജി കോസ് 90 മൈനസ് തീറ്റ എം ജി സൈൻ തീറ്റ എന്നും, യു എം ജി ഇതിനെ ഫിക്ഷണൽ ഫോഴ്സിനെ യു എം ജി സൈൻ തീറ്റ എന്നും എഴുതാം എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം അല്ലേ? ഇത് അനങ്ങാൻ നിൽക്കുന്നുണ്ട്, ഈ ഫോഴ്സും. അപ്പൊ നമുക്ക് സമാക്കി എഴുതാം അല്ലേ? സമാക്കി എന്താ എഴുതാം? എം ജി കോസ് 90 അല്ല, അതിന് പകരം എന്താ എഴുതിയാൽ മതിയല്ലോ, എം ജി സൈൻ തീറ്റ അല്ലേ? കീഴ്പെട്ടുള്ളത് ഇതല്ലേ? ഇതും പറയാം ഇത് പറയാം, രണ്ടൊന്നും തന്നെയാണ്. സമം യു എം ജി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഇങ്ങോട്ട് കംപ്ലീറ്റ് അടച്ചിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ ഹരണാവും അല്ലേ? എം ജി സൈൻ തീറ്റ ഹരണം എം ജി അല്ല, ഇതല്ല അടിയിലേക്ക് വരിക ഇത് എം ജി സൈൻ തീറ്റ. അവിടെ ഇവിടെ ഞാൻ തെറ്റ് എഴുതിട്ടോ, ഇവിടെ തെറ്റ് എഴുതി. ഇവിടെ ഞാൻ എടുത്ത് എഴുതിയപ്പോ എം ജി സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതണ്ട കേട്ടോ, അവിടെ തെറ്റ് വന്ന്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ യു എം ജി കോസ് തീറ്റ എന്നാണ് വരിക കേട്ടോ. അവിടെ ഞാൻ തെറ്റ് എഴുതി. ഇങ്ങോട്ട് എം ജി സൈൻ 90 മൈനസ് തീറ്റ അല്ലേ? അപ്പൊ ഇവിടെ എഴുതേണ്ടത് നോർമൽ എത്ര ആയിരിക്കും? എം ജി സൈൻ തീറ്റ. അപ്പൊ യു എം ജി സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതേണ്ടത് തെറ്റ് എഴുതി. അങ്ങനെയാണെങ്കിൽ യു എം ജി കോസ് തീറ്റ എന്നല്ലേ വരിക. അപ്പൊ ഇവിടെ എന്തെന്ന് വരും? കോസ് തീറ്റ എന്ന് വരും. അപ്പൊ യു എം ജി കോസ് തീറ്റ. അതിന് എന്ത് ചെയ്യുക? നമ്മളത് വെട്ടിക്കളയാണെങ്കിൽ എം ജി എന്തുണ്ടാവും? വെട്ടിപ്പോവും. അല്ല ഇതിലില്ല, ഇതിലത്തെ തെറ്റ് വരുന്നു. ഈ എം ജി വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ യു എന്നുള്ളത് എന്ത് കിട്ടും നമുക്ക്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും കെട്ടാൻ ഉത്തരം വരിക ടാൻ തീറ്റ. അപ്പോ ഒരു പ്രതലത്തിന്റെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു നിശ്ചിത ഫോഴ്സ് ഉപയോഗിച്ചാൽ എത്ര കണ്ട് 1 യൂണിറ്റും എത്ര കണ്ട് ഫോഴ്സ് അത് കിട്ടും, എത്ര കണ്ട് നോർമൽ ഉണ്ടെങ്കിൽ എത്ര കണ്ട് ഭാഗം അതിന്റെ ഫ്രിക്ഷൻ ആയിട്ട് വരും എന്നാണ് നാം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം മ്യൂ ഇൻറ്റു, അപ്പൊ മ്യൂ ഈ സാധനം ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് കിട്ടും? ടാൻ തീറ്റ കണ്ടാൽ മതിയെന്ന്. ടാൻ തീറ്റ ഈ ചെരിവുണ്ടല്ലോ, ഈ ചെരിവിന്റെ ആംഗിൾ ഇല്ലേ, ആ ആംഗിൾ എടുത്ത് നമ്മൾ എന്ത് കണ്ടാൽ മതി? അതിന്റെ ടാൻ വാല്യൂ കണ്ടാൽ മതി. ഉദാഹരണം പറയാൻ വെച്ചാൽ 30 ഡിഗ്രിയിൽ ചെരിച്ച് വെച്ച് പനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് വെച്ചാല് മനസ്സിലായ? അപ്പൊ അതിന്റെ അർത്ഥം ടാൻ ഇപ്പൊ 30 വിചാരിക്കുക, അപ്പൊ ടാൻ 30 കണ്ടാൽ മതി. അല്ലെങ്കിൽ 45 ആണെങ്കിൽ ടാൻ 45 ആണെങ്കിൽ ഇപ്പൊ ഇത് 45 വിചാരിക്കുക. സപ്പോസ് ഇത് 45 ഡിഗ്രി വിചാരിക്കുക. അപ്പൊ എന്ത് കണ്ടാൽ മതി? ടാൻ ഡിഗ്രി എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ടാൻ 45 എത്രയാണ്? 1 എന്ന് 90. ടാൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ 90 അതിന് അർത്ഥമില്ലാത്തതാ, അതിലുണ്ടാവില്ല.
ഇൻഫൈനൈറ്റ് എന്ന് പറയാം, അത് ഉണ്ടാവില്ല അങ്ങനെ. പിന്നെ അതിന്റെ അർത്ഥം, അതായത് മ്യൂ എന്നുള്ളത് 1 ആയിരിക്കുന്നു. എന്താ മ്യൂവിന് 1 എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ എത്രയാണോ നോർമൽ അത്ര തന്നെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്, അതാണ് അർത്ഥം. മ്യൂ 1 ആയിട്ട് എന്താ അർത്ഥം? നോർമൽ ഉണ്ടാവുന്നത് അത്ര തന്നെ എന്ത് വരും? ഫ്രിക്ഷൻ വരും എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും ഫ്രിക്ഷൻ വരുന്ന അർത്ഥം. മനസ്സിലായ? അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഫ്രിക്ഷന്റെ, അതെ, ചെരിവ് തലത്തിലെ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോ ജസ്റ്റ് ഒരു വസ്തു വെച്ചാൽ ജസ്റ്റ് ചലിക്കാൻ നടക്കുന്ന ആ പോയിന്റിലെ ആംഗിൾ എടുത്ത് അതിന്റെ ടാൻ വാല്യൂ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ഏതിൽ ആംഗിൾ ജസ്റ്റ് ഇരിക്കണെന്ന് വെച്ചാല് അതിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. ഇപ്പൊ ഒരു എണ്ണം കണ്ടുപിടിച്ചപ്പോ ഹാഫ് എന്ന് കിട്ടിയെന്നറിയാം. അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ആ നോർമലിന്റെ ഹാഫ് ഭാഗം എന്തായിട്ട് വരും? ഈ ഫ്രിക്ഷനായിട്ട് പോവും. അതായത് ഇപ്പൊ അതിന്റെ കണ്ടുപിടിച്ച് ആരാന്ന് കിട്ടിയെന്ന് നമ്മളിവിടെ 10 ന്യൂട്ടൺ നോർമലിൽ ലംബമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഹാഫ് ഭാഗം ഫ്രിക്ഷൻ, 5 ഫോഴ്സ് ഫ്രിക്ഷനായിട്ട് പോവും. മനസ്സിലായി? അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഫ്രിക്ഷന്റെ ചെരിവ് തലത്തിലെ ഫ്രിക്ഷന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് മറ്റു ക്ലാസ്സിൽ അടുത്തൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം.